ചെൽസി ഫാൻസിനും യുണൈറ്റഡ് ഫാൻസിനും ആശ്വാസം നൽകിയ റിസൾട്ടുകളാണ് ഈ ആഴ്ചയിലെ ഗെയിം വീക്കിൽ നിന്നുണ്ടായത്. അവസാന നിമിഷം ഇരു ടീമുകളും നാടകീയമായി ജയിച്ചു കയറിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടൻഹമ്മായി സമനില പിടിച്ചു. ബ്രെന്റ്ഫോർഡിനോട് ഒരു ഗോളിന് തോൽവി സമ്മതിച്ച ആസ്റ്റൺ വില്ല സിറ്റിയെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കയറാനുള്ള സുവർണാവസരമാണ് കളഞ്ഞുകുളിച്ചത്. സിറ്റി സമനില വഴങ്ങിയതോടെ പോയിന്റ് ടേബിളിൽ 6 പോയിന്റിന് വ്യക്തമായ ലീഡുമായി ആഴ്സണൽ ഒന്നാം സ്ഥാനം അരക്കെട്ടുറപ്പിച്ചു. കഴിഞ്ഞ സീസണിലെ പിഴവുകൾ ആഴ്സണൽ ആവർത്തിച്ചില്ലെങ്കിൽ ഈ തവണ പ്രീമിയർ ലീഗ് കിരീടം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് എത്തും. മറുവശത്ത് സിറ്റിയെയും ഗാർഡിയോളയെയും എഴുതി തള്ളാൻ കഴിയില്ല. അവസാന ലാപ്പുകളിൽ സിറ്റി കാണിക്കുന്ന പോരാട്ട വീര്യം നമ്മൾ പലതവണ കണ്ടതാണ്. ചെൽസിയും യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും 3-ാം സ്ഥാനത്തിനും 4-ാം സ്ഥാനത്തിനും വേണ്ടിയായിരിക്കും പൊരുതുക. ലീഗ് കിരീടം ആര് നേടുമെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ 23 വർഷങ്ങൾക്ക് ശേഷം കിരീടം എമിറേറ്റ്സിലേക്ക് എത്തുമെന്നാണ് ആഴ്സണൽ ഫാൻസ് സ്വപ്നം കാണുന്നത്. സിറ്റിയെ മറികടന്ന് ആഴ്സണൽ കിരീടം നേടുമോ, അതോ എന്നത്തെയും പോലെ സിറ്റി അവസാന നിമിഷം തിരിച്ചു വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?